In your third semester, you are having a subject name is analog electronics. Okay, name of the subject is analog electronics. So analog electronics, it is having a code EET205. Okay, EET205. Analog electronics is the name of the subject. Okay, so this subject, it is under the triple E, that is electrical and electronics engineering. It is an S3 subject. Okay, so myself Srihari, I hope everybody know my face. At least I have come to your class for 3 or 4 times. Okay, for describing about our internship programs and internship facilities, etc. during the first semester. Okay, during your first semester, we have explained regarding our industrial IIPC cell. Okay, so regarding IIPC and internship, we had a 1 hour talk. So I think almost all of you are familiar with my name and my face. ഓക്കെ, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹരിത്. Yes, sir. Yes. Okay, so see, I think almost all of you are familiar with my name and my face. Okay, കാരണം നമ്മൾ ഓൺലൈൻ ആണ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി ആരാന്ന് അറിയണം, ക്ലിയർ ആയിട്ട് അറിയണം, എന്നാലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ടോ ഞാൻ ക്ലാസ്സിൽ വന്ന് IIPCയിലെ ക്ലാസ് ഒക്കെ എടുത്തത്? ഓർമ്മയുണ്ടോ ഹരിത്തിന്? സാർ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. സോ ഇനി lateral entry students ഉണ്ട്. So lateral entry students, see myself, I am Srihari S. I am assistant professor in Department of EEE ASIT. Okay, so I will be handling the subject for you, that is analog electronics. Okay, so നിങ്ങൾ ഞാൻ ഈ അനലോഗ് ഇലക്ട്രോണിക്സ് പഠിപ്പിക്കാൻ പോകുന്ന 5ാമത്തെ ബാച്ചാണ്. ഓക്കെ, സോ 2019 പാസ് ഔട്ട്, 2018 പാസ് ഔട്ട് തൊട്ട് നിങ്ങളാണ് 5th ബാച്ച്. അതായത് ഫസ്റ്റ് KTU ബാച്ച് മുതൽ ഐ എം ടീച്ചിങ് ദിസ് അനലോഗ് ഇലക്ട്രോണിക്സ്. യു ആർ മൈ 5th ബാച്ച്. ഓക്കെ, സോ സി ഓൾമോസ്റ്റ് നമുക്ക് ഇതുവരെ പാസ് ഔട്ട് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും, ഓക്കെ, ദേ ഹാവ് ഡൺ വെൽ ഇൻ അനലോഗ് ഇലക്ട്രോണിക്സ്. ഓക്കെ, so we know that electronics is an integral part of our course. Okay, we are dealing with electrical and electronics engineering. Okay ആണല്ലോ? So electrical and electronics. So electronics is one of the important part of our course, our entire course. Okay, so ഈ KTU വരുന്നതിന് മുന്നേ ഏതായിരുന്നു സിലബസ്, അല്ലെങ്കിൽ ഏതായിരുന്നു യൂണിവേഴ്സിറ്റി? സ്വാതി ഓർമ്മ അറിയാവോ? സ്വാതി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. KTU വരുന്നതിന് മുന്നേ നമുക്ക് ഏതായിരുന്നു യൂണിവേഴ്സിറ്റി? ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ബിഫോർ KTU, our college was under which university? സ്വാതി പറഞ്ഞേ. സ്വാതി കേൾക്കുന്നുണ്ടോ പറയുന്നത്? സ്വാതി കേൾക്കുന്നില്ല. അതുൽ അഗസ്റ്റിൻ, പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക്. KTU വരുന്നതിന് മുന്നേ ഏതായിരുന്നു യൂണിവേഴ്സിറ്റി? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പാടില്ല. ഞാൻ ലാറ്ററൽ എൻട്രി സ്റ്റുഡന്റ് ആണ്. MG ആണോ? MG ആണ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് നമ്മുടെ കോളേജസ് എല്ലാം MG യൂണിവേഴ്സിറ്റി ആയിരുന്നു അല്ലേ? സോ സി അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് MG യൂണിവേഴ്സിറ്റി ആയിരുന്ന ടൈമിൽ, ഓക്കെ, MG യൂണിവേഴ്സിറ്റി ആയിരുന്ന ടൈമിൽ ദിസ് എൻറ്റയർ സിലബസ് വാസ് ഡിവൈഡ് ഇൻടു 2. 2 സബ്ജക്റ്റ് ആയിട്ടായിരുന്നു നമ്മൾ we were studying this MG University course. Okay, so S3 we had linear electronics, and in the S5 we had another electronics. Okay, S5 നമ്മൾ ഒപ്പാമ്പ് അതുപോലെയുള്ള സർക്യൂട്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോഴ്സും S3 ഒരു ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോഴ്സും. ഓക്കെ, ഇതായിരുന്നു MG യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ടൈമിലുള്ള കോഴ്സ്. Okay, now when we come to KTU, that is Kerala Technological University, what they have done is that they have integrated this course. അതായത് 2 സെമ്മിൽ S3 സബ്ജക്റ്റും S5 സബ്ജക്റ്റും they have combined it and made a single subject. Okay, so നിങ്ങളുടെ സീനിയേഴ്സിന്റെ സബ്ജക്റ്റ് ഇതായിരുന്നില്ല. അവർക്ക്
അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്നായിരുന്നു. ഓക്കെ, അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്നായിരുന്നു. സോ ആ അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ദേ ഹാഡ് 6 modules. 6 മൊഡ്യൂൾ ഉണ്ട്. അതിൽ ഒരുപാട് പോർഷൻസ്, ഓക്കെ, അതിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോർഷൻസ് ഉണ്ട് ത്രൂ ഔട്ട് അവർ സെമിസ്റ്റേഴ്സ്, ആൻഡ് വിൽ ബി യൂസിങ് ഇറ്റ് ഫോർ മെനി ആപ്ലിക്കേഷൻസ്. ആൻഡ് ത്രൂ ഔട്ട് അവർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു നോ ഓൾ ദീസ് കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ ഈ ഒരു ബാച്ച് വന്നപ്പോഴാണ് വീണ്ടും റിവിഷൻ നടത്തിയത്. ബിടെക് 2019 റെഗുലേഷൻ പ്രകാരം അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വീണ്ടും റിവൈസ് ചെയ്തു. Okay, so in your syllabus, okay, in your syllabus you are having only 5 modules. അപ്പോൾ 6 മൊഡ്യൂൾ ഉണ്ടായിരുന്ന സബ്ജക്റ്റ് വീണ്ടും ചുരുക്കി 5 മൊഡ്യൂളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി 6 മൊഡ്യൂൾ ഉണ്ടായിരുന്ന ടൈമിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഓക്കെ, സം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ദേ ഹാവ് ഡെലീറ്റഡ്. അപ്പോൾ പുതിയ യൂണിവേഴ്സിറ്റി പുതിയ റിവിഷൻ വന്നപ്പോൾ സബ്ജക്റ്റിന്റെ പേര് അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്നുള്ളത് ദേ ഹാവ് ചേഞ്ച് ഇറ്റ് ടു അനലോഗ് ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പോൾ AEC എന്ന് പറയുന്നതിന് പകരം നൗ ഇറ്റ് ഈസ് ഓൺലി AE, അനലോഗ് ഇലക്ട്രോണിക്സ്. ഓക്കെ, സോ നമ്മൾ സിലബസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കും. ഓക്കെ, സിലബസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറച്ചുകൂടെ ക്ലിയർ ആവും കാര്യങ്ങൾ. ഓക്കെ, നൗ അപ്പോൾ സബ്ജക്റ്റിന്റെ പേര് അനലോഗ് ഇലക്ട്രോണിക്സ്, സബ്ജക്റ്റിന്റെ കോഡ് EET 205. ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, നിങ്ങൾ KTUവിന്റെ സൈറ്റ് എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അനലോഗ് ഇലക്ട്രോണിക്സിന്റെ സിലബസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ അതിനകത്ത് 2015 റെഗുലേഷനും കിടപ്പുണ്ട്, 2019 റെഗുലേഷനും കിടപ്പുണ്ട്. യു ഹാവ് ടു ഫോളോ 2019 റെഗുലേഷൻസ് ആൻഡ് 2019 syllabus. Okay, so our subject name is EET 205 analog electronics. Okay, so see analog electronics, they have given it as 4 credit, ഒരു 4 credit course ആണ്. നിങ്ങളുടെ S3 ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും 4 credit course ആണ്. അലൻ സാർ ഈസ് ടേക്കിംഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അന്ന മിസ് മെഷർമെന്റ്സ് പഠിപ്പിക്കുന്നുണ്ട്. സിമിലർലി അനലോഗ് ഇലക്ട്രോണിക്സ് ഓൾസോ ഇറ്റ് ഈസ് എ 4 credit course. Okay, so this 4 credit കോഴ്സിൽ 4 ക്രെഡിറ്റ് ഉള്ള കോഴ്സിൽ 3 hours it is dedicated to lecture and 1 hour it is tutorial. Okay, tutorial. അപ്പോൾ see while studying നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, ലെക്ചർ കണ്ടന്റ് 3ഉം ട്യൂട്ടോറിയൽ കണ്ടന്റ് 1ഉം. അതിന്റെ മീനിങ് എന്താ, this they have designed this course in such a way that you have to study in such a way, give importance to your theory part as well as tutorial part. അതായത് പ്രോബ്ലമാറ്റിക് ലെവൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ലെവലിലുള്ള questions can also be asked in this subject, analog electronics. Okay, so 3 hours dedicated to lecture and 1 hour it is dedicated to problem or analysis. Okay, so it is a 4 credit course. 4 credit course ആണ്, lecture content 3, tutorial content 1. Okay, now see first year or second year, first and second year you have already studied basic electrical and electronics. നിങ്ങളുടെ introduction to electrical engineering എന്നുള്ള കോഴ്സിൽ you have already studied electronics part. So see our course analog electronics will be a continuation of this course. So whatever you have already covered in electronics part, with that part as your prerequisite, we will be continuing this course. Okay, we will be continuing our course. Okay, so the prerequisite for our subject will be fundamentals of electronics and semiconducting devices. Okay, electronics and fundamentals semiconducting devices ആയിരിക്കും നമ്മുടെ prerequisite, ഈ കോഴ്സ് എടുക്കാനുള്ള prerequisite എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഓൾമോസ്റ്റ് ഫസ്റ്റ് രണ്ട് സെമിസ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊരു ടച്ച് വിട്ട് പോയിട്ടുണ്ടാവും. സോ നോ പ്രോബ്ലം, ത്രൂ ഔട്ട് അവർ കോഴ്സ് വി വിൽ ബി ഡിസ്കസിങ് ഓൾ ദ ഫണ്ടമെന്റൽസ് പ്ലസ് ദീസ് our syllabus content. Okay, now so today we are starting a bridge class. ഈ ബ്രിഡ്ജ് ക്ലാസിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഈ സബ്ജക്റ്റിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ബേസിക് ടെർമിനോളജീസ്,
what is the connection between your first year subject to this subject. Okay, first year you have already studied electronics, then you're entering into analog electronics. So we are actually bridging the gap between these two subjects. Okay, now our this course ഈ 5 module ഉള്ള analog electronic circuits throughout our course we will be dealing with electronic circuits and devices. Okay, throughout നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് it will be about electronic circuits devices. Clear? What are the various types of devices? What are the various types of electronic circuits? How will you vary the parameters? How will you define each and every parameter in a circuit? What is the working analysis? How will you improve the efficiency of the circuit? What are the applications? Okay, so e course it is actually dealing with electronic circuits and devices. Clear? Now, so ഒരു വർഷം ഓൾറെഡി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് 2 സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു, വാട്ട് ഇസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്? അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. എന്തായിരിക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്? അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പിളി ആണ് അല്ലേ? ആ ട്രിപ്പിളിയില് ലാസ്റ്റ് ലെറ്റർ ഇ സ്റ്റാൻഡ്സ് ഫോർ എഞ്ചിനീയറിംഗ് അല്ലേ? സോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. സോ വാട്ട് ഡു യു ആക്ച്വലി മീൻ ബൈ ദിസ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വർഷം കൊണ്ട് what did you gain from this? ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പറയാവോ അൺമ്യൂട്ട് ചെയ്തിട്ട്? ആൻഡ് ട്രീസ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. Yes, sir. Yes, so you have already completed 1 year, you are entering into the 3rd semester. Okay, so see, what do you mean by electrical engineering? അല്ലെങ്കിൽ ട്രിപ്പിളിയിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഇയാൾക്ക് എന്താ മനസ്സിലായി ഫസ്റ്റ് ഇയർ ഒരു വർഷം ക്ലാസ് ചെയ്യുന്നതിന് ശേഷം? അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, അങ്ങനെ അതായത് ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തേക്കണ. എക്സലന്റ്, അതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരാള് അരുൺ പി എസ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ അരുൺ പി എസ്. അരുൺ പി എസ് മ്യൂട്ടഡ് ആണ്. ബാലശങ്കർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് സി electrical engineering or ട്രിപ്പിളി, that is electrical and electronics engineering. നമുക്കറിയാം, സി ഇലക്ട്രിക്കൽ ഓക്കെ, യുവർ മൈക്ക് ഈസ് നോട്ട് വർക്കിംഗ്. ഓക്കെ, നോ പ്രോബ്ലം. സി ട്രിപ്പിളിയില് ലാസ്റ്റ് ലെറ്റർ ഇ ഡിനോട്ട്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, നമുക്ക് 2 ഇ ഉണ്ട്, ഒന്ന് ഇലക്ട്രിക്കൽ പാർട്ടും ഒന്ന് ഇലക്ട്രോണിക്സ് പാർട്ടും. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ ദിസ് electrical and electronics? So see the first E part. Okay, ഇത് വളരെ ക്ലിയർ ആയിരിക്കണം ഈ കൺസെപ്റ്റ്. Throughout your study you will be dealing with this. Okay, so first E actually deals with the energy aspect, നമ്മുടെ energy aspect. And second E അതായത് ആ ഇലക്ട്രോണിക്സ് പാർട്ട് വരുന്ന E actually deals with the information part or communication part. Okay, so first E denotes the energy part and second E denotes the information part. Clear ആണല്ലോ? Okay, now എന്താണ്, what do you mean by energy part? What do you mean by information part? നോക്കാം. energy part ഇപ്പോൾ ആൻഡ്രീസ് പറഞ്ഞ പോലെ തന്നെ energy part it is actually dealing with generation, transmission, utilization as well as distribution. Okay ആണല്ലോ? So energy part is actually deals with the generation part, transmission part, utilization part, distribution part. Okay, so that is actually the energy part. So ഇവിടെ ഈ energy part it is actually dealing with high voltage side or high current side. Okay, so power automatically what it becomes automatically high because voltage is high, current is high. So power is actually the product of this.
Okay, so automatically the power also becomes high. So see, the first E part actually deals with the energy part, which deals with high voltage, high current, high power. Or this energy part actually deals with the generation part, transmission part, utilization part, and distribution part. Okay, second part of EE, ഏതാ second part? ഈ പാർട്ട് സെക്കൻഡ് പാർട്ട് ഇലക്ട്രോണിക്സ് പാർട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാർട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പാർട്ട്. ദിസ് ആക്ച്വലി ഡീൽസ് വിത്ത് ലോ ആംപ്ലിറ്റ്യൂഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, ലോ ആംപ്ലിറ്റ്യൂഡ് പാർട്ട് ഓഫ് വോൾട്ടേജ്, കറണ്ട്, കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട്. ക്ലിയർ ആണല്ലോ? എനർജി ആസ്പെക്ട് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന ഇലക്ട്രിക്കൽ മെഷീൻസ് പാർട്ട്, പവർ സിസ്റ്റം പാർട്ട്, അതെല്ലാം വിൽ ബി ഓൾറെഡി ഡീലിംഗ് വിത്ത് ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ട്. ഓക്കെ, ഒരു 100 വോൾട്ട് എബവ് അല്ലെങ്കിൽ 50 വോൾട്ട് എബവ് വരുന്ന എല്ലാ കേസസും വിൽ ബി ടേക്കൺ അപ്പ് ഇൻ ദിസ് എനർജി പാർട്ട്. ബട്ട് ഇൻ ദ ഇൻഫർമേഷൻ പാർട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്റ്റിൽ വിൽ ബി യൂസിങ് ലോ ആംപ്ലിറ്റ്യൂഡ് വോൾട്ടേജ്, അതായത് പ്ലസ് ഓർ മൈനസ് 5 വോൾട്ട്, പ്ലസ് ഓർ മൈനസ് 12 വോൾട്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ +2 ലെവലിലൊക്കെ ആംപ്ലിഫയർ സർക്യൂട്ടുകളും അതുപോലെയുള്ള പ്രോജക്റ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെയൊക്കെ മാക്സിമം വോൾട്ടേജ് എത്രയായിരിക്കും? പ്ലസ് ഓർ മൈനസ് 15 വോൾട്ട്. ഓക്കെ, സോ ഇൻ അവർ ക്ലാസ്, നമ്മുടെ ക്ലാസ്സിൽ we will be dealing with analog electronics entirely deals with the second part, that is information or communication aspect of electrical engineering. ഓക്കെ, അപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്നത് എല്ലാം ഈ ഇൻഫർമേഷൻ പാർട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട് വെച്ചിട്ടായിരിക്കും. ഓക്കെ, വേർ വിൽ ബി യൂസിങ് ദിസ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഓർ ഡിവൈസസ്. ഓക്കെ, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, okay, timing circuits, ഇതെല്ലാം we will be discussing throughout this analog electronics. So out of this triply we will be using our second part. ഈ first part throughout your syllabus you will be studying regarding machines, power system, power electronics, ആ പാട്ടൊക്കെ you will be studying under this one. Okay, analog electronics will be coming under this information aspect. Clear ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അനന്തു അശോക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇല്ല, ക്ലിയർ ആണോ? നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ. ചാറ്റ് ബോക്സിൽ ഒന്ന് ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഏതെങ്കിലും പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റ് us move on to the next part. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രിഡ്ജ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഡിവൈസസ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ത്രൂ ഔട്ട് ബേസിക് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിച്ചു. ഇലക്ട്രോണിക്സ് പാർട്ടും ഇലക്ട്രിക്കൽ പാർട്ടും ഒക്കെ നിങ്ങൾ കവർ ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ എ ഡിവൈസ്? ഒരുപാട് ഡിവൈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, ഡയോഡ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആയിട്ട്. സോ മൈ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ എ ഡിവൈസ്? ആരാ ഉത്തരം പറയുന്നത്? അശ്വിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എങ്ങനെയാ അശ്വിനെ നമ്മളൊരു ഡിവൈസിനെ ഡിഫൈൻ ചെയ്യുക? ഒരു പർട്ടിക്കുലർ പർപ്പസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, അങ്ങനെ പറഞ്ഞൂടെ? വാവ്, എക്സലന്റ്. അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം നല്ല കൺസെപ്റ്റ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ, സോ ഡിവൈസ്. സോ വാട്ട് യു മീൻ ബൈ ഡിവൈസ്? നോക്കാട്ടോ, അശ്വിൻ പറഞ്ഞത് എക്സാക്ട് ആൻസർ ആണ്. ഓക്കെ, ഡിവൈസ്. ലിസൺ, സീ, ഈ ഫിഗറിൽ കാണുന്ന എന്താ? വാട്ട് ഇസ് ദിസ്? വാട്ട് ഈസ് ദ സിമ്പിൾ? ഡയോഡ്. ഓക്കെ, സോ ഡയോഡ്, ഇറ്റ് ഈസ് എ ഡിവൈസ്. ഓക്കെ, ഡയോഡ് ഇതൊരു ഡിവൈസ് ആണ് അല്ലെ? നെക്സ്റ്റ് വൺ, ഇതെന്താ ഡിവൈസ്? ഇത് ഏത് ഡിവൈസിന് എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഏത് ഡിവൈസിന്റെ സിമ്പിൾ ആണ്? റെസിസ്റ്റർ. ഓക്കെ, റെസിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദിസ് ഫിഗർ ഇൻഡിക്കേറ്റ്? ട്രാൻസിസ്റ്റർ ആണോ?
ട്രാൻസിസ്റ്റർ അല്ല, കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ ആണ്. ട്രാൻസിസ്റ്റർ എപ്പോഴും ഇറ്റ് വിൽ ബി ഹാവിംഗ് 3 ടെർമിനൽസ് അല്ലെ? കളക്ടർ, ബേസ്, എമിറ്റർ. ഇവിടെ ഈ ഫിഗറിൽ എവിടെയെങ്കിലും 3 ടെർമിനൽ ഉണ്ടോ? ഇല്ല. കണ്ടോ? ഇതിന് 2 ടെർമിനലേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് എ കപ്പാസിറ്റർ. ഓക്കെ, സോ ഡയോഡ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസിസ്റ്റർ, അതുപോലെയുള്ള എല്ലാ ഡിവൈസുകളും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഹൗ വിൽ യു ഡിഫൈൻ എ ഡിവൈസ്? എ ഡിവൈസ് ഇസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ സർക്യൂട്ട്. ഓക്കെ, എല്ലാവരുടെയും ഫ്രണ്ടിൽ നോട്ട്ബുക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ ഒരു ഗൂഗിൾ ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ PPT റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോവും അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. സോ എ ഡിവൈസ് ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ സർക്യൂട്ട്. ഓക്കെ, ഡിവൈസ് ഇറ്റ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ സർക്യൂട്ട്. ക്ലിയർ? സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് ഇലക്ട്രോണിക്സ് പാർട്ടിൽ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് വാട്ട് ഡു യു മീൻ ബൈ ഡിവൈസ്. Okay, so device it is a building block of a circuit. Okay, now next terminology, what do you mean by a circuit? Device nammal kandu. Next, what do you mean by a circuit? Circuit ne definition aara parayana? Kiran ഒന്ന് unmute ചെയ്തേ. കിരൺ, കിരൺ, സർക്യൂട്ടിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാവോ? സർക്യൂട്ട് ഡെഫിനിഷൻ എന്താണ്? ഹലോ, കിരണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. നെക്സ്റ്റ് പേഴ്സൺ ജോയൽ. ജോയൽ എന്ന് പറഞ്ഞേ, വാട്ട് ഡു യു മീൻ ബൈ എ സർക്യൂട്ട്? മൈക്ക് പ്രോബ്ലം ആണ്. ഓക്കെ, നോ പ്രോബ്ലം. ജോയൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ജോയല് അൺമ്യൂട്ട് ആയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഖദീജ എന്ന് പറഞ്ഞേ, വാട്ട് ഡു യു മീൻ ബൈ എ സർക്യൂട്ട്? സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ തുടങ്ങി അവിടെ തന്നെ ക്ലോസ് ആയിട്ട് വരുന്ന, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് മനസ്സിലായി, ഇയാൾ പറഞ്ഞ കാര്യം മനസ്സിലായി. ഓൾമോസ്റ്റ് ആ ഒരു സർക്യൂട്ട് ഡെഫിനിഷനിലേക്ക് എത്തി. കുറച്ചും കൂടെ മീനിങ്ഫുൾ ആക്കി പറയാൻ പറ്റുമോ? ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ പറയാം. ഓക്കെ, നൗ ലിസൺ. സീ, സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തു വാട്ട് യു മീൻ ബൈ ഡിവൈസ്. ഓക്കെ, സോ സർക്യൂട്ട് ഇറ്റ് ഇസ് എ meaningful interconnection of a device or one or more device in order to perform a specific function. ഓക്കെ, ഇതിൽ ഞാൻ രണ്ട് വേർഡ്സ് റെഡിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? മീനിങ്ഫുൾ. അതിന്റെ ആ ഒരു ലെറ്റർ റെഡിൽ കൊടുക്കാനുള്ള റീസൺ എന്തായിരിക്കും? സി, ഐ ക്യാൻ ഹാവ് സെവറൽ ഡിവൈസസ് അല്ലെ? റെസിസ്റ്റർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, ഇത് പല രീതിയിൽ എനിക്ക് ഇന്റർകണക്ട് ചെയ്യാം. ബട്ട് it should be interconnected in such a way that it should be a meaningful one in order to satisfy or in order to perform a specific function. Okay ആണല്ലോ? ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ ഞാൻ റെസിസ്റ്ററും കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും യൂസ് ചെയ്തിട്ട് അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ കണക്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? അത് മീനിങ്ഫുൾ കണക്ഷൻ ആയിരിക്കണം. എല്ലാവരും സർക്യൂട്ടിന്റെ ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ ഇത് മാത്രമേ പറയൂ. എന്ത്? ഇന്റർ കണക്ഷൻ ഓഫ് ഡിവൈസസ്. ഇനി തൊട്ട് നിങ്ങളോട് സർക്യൂട്ടിന്റെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ടെൽ ദാറ്റ് ഇറ്റ് ഈസ് എ മീനിങ്ഫുൾ ഇന്റർ കണക്ഷൻ ഓഫ് എ ഡിവൈസ് ഓർ one or more device in order to perform a specific function. ഒരു സ്പെസിഫിക് ടാസ്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫീബിൾ ആയിട്ടുള്ള ഒരു സൗണ്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് കേൾപ്പിക്കണം. അതാണ് ഒരു ആംപ്ലിഫയർ സാധാരണ അല്ലെ? ഒരു മൈക്കില് ശരിയല്ലേ? ഞാനിപ്പോ ഈ സംസാരിക്കുന്ന മൈക്ക്, എന്റെ സൗണ്ട് വളരെ ചെറുതാണ് അല്ലെ? ഈ സൗണ്ട് ഈ
മൈക്ക് വഴി എന്ത് ചെയ്യണം, ലൗഡ് സ്പീക്കർ വഴി എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് ആണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. അപ്പോൾ ഈ ഫീബിൾ ആയിട്ടുള്ള സൗണ്ടിനെ അത് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. ഓക്കെ, സോ ഈ സർക്യൂട്ടിൽ എന്തായിരിക്കും, ഇറ്റ് ഹാസ് വേരിയസ് ടൈപ്സ് ഓഫ് ഡിവൈസസ്. സോ ഈ ഡിവൈസസ് എല്ലാം ഇറ്റ് ഈസ് ഇന്റർ കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യു ഷുഡ് സാറ്റിസ്ഫൈ എ സ്പെസിഫിക് ടാസ്ക് അല്ലെങ്കിൽ പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. ക്ലിയർ? അപ്പോൾ എ സർക്യൂട്ട് ഇറ്റ് ഈസ് എ മീനിങ്ഫുൾ ഡിവൈസ്, meaningful interconnection of device or more device in order to perform a specific function. ആണല്ലോ? ഓക്കെ, നൗ ഇത് നോക്കുക, ഇതൊരു എക്സാമ്പിൾ ആണ്. ഇത് നോക്കി, എനിക്കൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ഒരു ഡയോഡ് വഴി കണക്ട് ചെയ്ത്, പുഷ് ബട്ടൺ വഴി കണക്ട് ചെയ്ത്, ഒരു കപ്പാസിറ്റർ വഴി കണക്ട് ചെയ്ത്, ഔട്ട്പുട്ടിൽ റെസിസ്റ്റർ ഉണ്ട്, ഒരു LED ഉണ്ട്. ഈ സർക്യൂട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ത്രൂ ദിസ് ബാറ്ററി, okay, through this battery, when I switch or when I push this push button, ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ത്രൂ ദിസ് ബാറ്ററി ദിസ് കപ്പാസിറ്റർ ചാർജസ്. ഓക്കെ, കപ്പാസിറ്റർ ചാർജസ്. ഇനി ആസ് കപ്പാസിറ്റർ റീച്ചസ് ഇറ്റ്സ് മാക്സിമം വോൾട്ടേജ്, ഈ LED ഗ്ലോ ചെയ്യും. അപ്പോൾ ഈ സർക്യൂട്ട് നോക്കിയേ, ഞാൻ പ്രോപ്പർ ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡയോഡ് വഴി, പുഷ് ബട്ടൺ വഴി, കപ്പാസിറ്റർ വഴി, റെസിസ്റ്ററും LED വഴി ഞാനിത് കണക്ട് ചെയ്തു. ഇതിന്റെ പർപ്പസ് എന്താ? വെൻ ഐ ആം ചാർജിങ് ദിസ് കപ്പാസിറ്റർ, വെൻ ദിസ് കപ്പാസിറ്റർ റീച്ചസ് ഇറ്റ്സ് ഫുൾ വോൾട്ടേജ്, ദിസ് LED വിൽ ബി ഗ്ലോയിങ്. ഓക്കെ, ഇത് നോക്കിയേ, ഈ ബാറ്ററി ഇവിടെ കണക്ട് ചെയ്യുന്നതിന് പകരം ഈ റെസിസ്റ്റർ ഞാൻ ഇവിടെ കൊണ്ട് കണക്ട് ചെയ്തു, ഈ ഡയോഡ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്തു. ഈ സർക്യൂട്ട് വർക്ക് ചെയ്യോ പ്രോപ്പറായിട്ട്? ഇല്ല. ഓക്കെ, സോ ദർ ഷുഡ് ബി എ മീനിങ്ഫുൾ ഇന്റർകണക്ഷൻ. അവിടെയാണ് ഈ വാക്ക് മീനിങ്ഫുൾ ഇന്റർകണക്ഷൻ ഓഫ് എ ഡിവൈസ് ഓർ മോർ ഡിവൈസ് ഇൻ ഓർഡർ ടു പെർഫോം എ സ്പെസിഫിക് ഫംഗ്ഷൻ. കണ്ടോ, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഈ സർക്യൂട്ടിന്റെ മെയിൻ എയിം. ഓക്കെ, സോ ദിസ് എയിം ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, ദിസ് എയിം ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. സോ ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. ക്ലിയർ? ഓക്കെ, ഇനി ഇതേ സർക്യൂട്ടിനെ ഞാൻ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തതാണ് ഇത്. കണ്ടോ? Okay, so circuit, it is a meaningful interconnection of a device or more devices in order to perform a specific function. Clear ആണല്ലോ? Okay, in order to perform a specific function. Clear ആയെന്ന് വിചാരിക്കുന്നു. Okay, next one. Circuit. How will you classify the circuit? സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? പലതരം സർക്യൂട്ട് ഉണ്ട്, പല സൈസ് ഉള്ള സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, പല ഫീച്ചേഴ്സ് ഉള്ള സർക്യൂട്ട് അവൈലബിൾ ആണ്. സോ സി, യു ക്യാൻ ക്ലാസിഫൈ എ സർക്യൂട്ട് ഇൻടു ലംപ്ഡ് സർക്യൂട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട്. യു ക്യാൻ ക്ലാസിഫൈ ദ സർക്യൂട്ട് ഇൻടു ടു, ദാറ്റ് ഇസ് ലംപ്ഡ് സർക്യൂട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പറയാൻ കാരണം നമ്മൾ അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ഏത് ടൈപ്പ് സർക്യൂട്ടിനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് യു വിൽ ബി ഗെറ്റിംഗ് നൗ. Okay, now what do you mean by a lumped circuit? Okay, see, when the circuit is very small compared to the electromagnetic phenomena, the total electromagnetic phenomena is said to be lumped at a point in space. Okay, ഈ ഡെഫിനിഷൻ വായിച്ചപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, നോക്കാം. ഈ സർക്യൂട്ടിന്റെ സൈസ്, when the circuit size is very small, സർക്യൂട്ടിന്റെ സൈസ്, ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആംപ്ലിഫയർ സർക്യൂട്ട് അല്ലെങ്കിൽ ഓസിലേറ്റർ സർക്യൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സർക്യൂട്ട്, ഈ സർക്യൂട്ടിന്റെ ഒക്കെ സൈസ് എന്താ? വളരെ ചെറുതാണ്. ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് നടക്കുന്ന എൻറ്റയർ ഫിനോമിന യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ പോയിന്റ്. ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് ക്വാണ്ടിറ്റി, കറണ്ട് ക്വാണ്ടിറ്റി. വോൾട്ടേജും കറണ്ടും ഇതാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഫീൽഡ് ആയാലും ഇലക്ട്രിക്കൽ ഫീൽഡ് ആയാലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ശരിയല്ലേ? ശരിയാണല്ലോ? ഇനി ഇഫ് ദിസ് വോൾട്ടേജ്, ഇഫ് ദ സൈസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് വെരി സ്മോൾ, നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷൻ, ഈ പറയുന്ന കോർഡിനേറ്റ്സ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്തെഴുതുന്നത്? വി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. മനസ്സിലായോ?
ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എങ്ങനെ എന്താ എഴുതിയിട്ടുണ്ടാവുക? വോൾട്ടേജ് എങ്ങനെ എഴുതും? വി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി എം. വോൾട്ടേജിന്റെ റെപ്രസെന്റേഷൻ വി എം സൈൻ ഒമേഗ ടി. ശരിയല്ലേ? ഇതുപോലെ തന്നെ കറണ്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ഇവിടെ സി വോൾട്ടേജ് ഈസ് ടേക്കൺ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എലോൺ. ശരിയല്ലേ? നമ്മളിവിടെ എക്സ് കോമ വൈ കോമ സെറ്റ് കോമ ടി എന്ന് എഴുതാറുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ സ്പേസ് കോർഡിനേറ്റ്സ് ആയിട്ടുള്ള എക്സ് വൈ സെഡ് എല്ലാം ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. വൈ? ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് വെരി സ്മോൾ. ക്ലിയർ? അപ്പൊ സർക്യൂട്ട് വളരെ സ്മോൾ ആണ്. അതായത് ഈ സർക്യൂട്ടിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ യു ക്യാൻ റെപ്രസെന്റ് ദാറ്റ് ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ടൈം ഫങ്ഷൻസ് എലോൺ. ഫങ്ഷൻ ഓഫ് ടൈം എലോൺ. സച്ച് സർക്യൂട്ട്സ് ആർ നോൺ ആസ് ലംപ്ഡ് സർക്യൂട്ട്. ഓക്കെ, ലംപ്ഡ് സർക്യൂട്ട്. ഇനി അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും, എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട് നോക്കാം. ഡയമെൻഷൻ ഓഫ് ദ സർക്യൂട്ട്, if the dimension of the circuit is very very large. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇടുക്കി ഡാമിലാണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. അവിടെയുള്ള സബ്സ്റ്റേഷൻ വഴി ജനറേറ്റിംഗ് സ്റ്റേഷൻ വഴിയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ പെൻ സ്റ്റോക്ക് വഴി വാട്ടർ ഫ്ലോ ചെയ്ത് ജനറേറ്റർ റൂമിലെത്തി, ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്തു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു. ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിവിടെ അല്ലെങ്കിൽ കാലിക്കട്ടോ അല്ലെങ്കിൽ എവിടെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? ട്രാൻസ്മിഷൻ ലൈൻ വേണം. ശരിയാണല്ലോ? സോ വാട്ട് ഹാപ്പൻസ്? ദീസ് ഇലക്ട്രിസിറ്റി ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഓവർ ലാർജ് ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഓക്കെ ആണല്ലോ? സോ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട്. കണ്ടോ? ഇടുക്കി മുതൽ ഓരോ പ്ലേസിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിന്റെ സൈസ് എന്തായി? ഇറ്റ് ബിക്കംസ് ഹൈ. കണ്ടോ? സോ സച്ച് സർക്യൂട്ട്സ്, അതിനെ നമുക്കൊരു സർക്യൂട്ടായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെ? ലൈൻ ഡയഗ്രാം സബ്സ്റ്റേഷൻ്റെ ഒക്കെ ലേഔട്ട് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സർക്യൂട്ടിനെ നമ്മൾ ലാർജ് സൈസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ സച്ച് സർക്യൂട്ട്സ് വെർ ദ ഡയമെൻഷൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് വെരി വെരി ലാർജ്, സച്ച് സർക്യൂട്ട്സ് ആർ നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട്സ്. അപ്പൊ അവിടെ എന്താ പറ്റുക? അവിടെ നമുക്ക് വി ഓഫ് ടി എന്ന് എഴുതാൻ പറ്റില്ല. യു ഹാവ് ടു ടേക്ക് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ആൻഡ് സെഡ് ഡയറക്ഷൻ ഓൾസോ. ഓക്കെ, അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും സെഡ് ഡയറക്ഷനും ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ്, ഇത് നിങ്ങൾ പവർ സിസ്റ്റത്തിൽ പഠിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് കേസ് സർക്യൂട്ട്സിലെല്ലാം യു ഹാവ് ടു കൺസിഡർ coordinates, space coordinates. Okay, x comma y comma t, z comma t. Okay, I also, current also as x comma y comma z comma t. ഈ ഓരോ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, നമുക്കറിയാം അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിന്റെ എല്ലാത്തിന്റെയും ഓൾമോസ്റ്റ് സർക്യൂട്ടിന്റെ എല്ലാത്തിന്റെയും സൈസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് വെരി വെരി സ്മോൾ. Okay, so from now onwards we will be talking only about which type of circuits? Lumped circuits. Okay, ഇത് നിങ്ങൾ പവർ സിസ്റ്റം പഠിക്കുമ്പോൾ പഠിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സർക്യൂട്ട് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു ടു, ലംപ്ഡ് സർക്യൂട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട്. If the size of the circuit is very very small, it is classified as lumped circuit. If the size of the circuit is very very large, okay, if it is having kilometers and kilometers in length, what happens? This can be approximated as a distributed circuit. Okay, this can be approximated as a distributed circuit. Okay, so distributed case എടുക്കുമ്പോൾ you have to consider space coordinates. അതായത് x direction, horizontal direction എടുക്കണം, vertical direction എടുക്കണം, പിന്നെ അതിന്റെ perpendicular direction. ഇതാണ് ഈ coordinates എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ lumped parameters എടുക്കുമ്പോൾ നമ്മൾ വി ഓഫ് ടി അല്ലെങ്കിൽ ഐ ഓഫ് ടി എന്ന് പറയുന്ന കേസ് എഴുതാനുള്ള റീസൺ എന്താ? അല്ലെങ്കിൽ ഈ പറയുന്ന സ്പേസ് കോർഡിനേറ്റ്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? കാരണം ഈ സ്പേസ് കോർഡിനേറ്റ്സ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള വോൾട്ടേജസും കറണ്ടും എല്ലാം വി ഓഫ് ടി, ഐ ഓഫ് ടി അതുപോലെ എഴുതാനുള്ള റീസൺ.
ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഇട്ടേ. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ ഓക്കെ. അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ വിൽ ബി ഡീലിംഗ് വിത്ത് ദ ലംപ്ഡ് സർക്യൂട്ട്സ്. ഓക്കെ, വിൽ ബി ഡീലിംഗ് വിത്ത് ദ ലംപ്ഡ് സർക്യൂട്ട്സ്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ. വാട്ട് ഡു യു മീൻ ബൈ എ സിസ്റ്റം? എന്താണ് ഒരു സിസ്റ്റം? സിസ്റ്റം, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. ഓക്കെ, ഈ ടേംസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കണം. കാരണം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം, ഡിവൈസ്, സർക്യൂട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യണം? യു ഷുഡ് റീകളക്ട് വാട്ട് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. ഓക്കെ, സോ എ സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിവൈസസ് ആസ് വെൽ ആസ് സർക്യൂട്ട്സ്. ഓക്കെ, ഇനി ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത, സിസ്റ്റത്തിനകത്ത് ഇറ്റ് ക്യാൻ ബി ഇലക്ട്രിക്കൽ സിസ്റ്റം ആസ് വെൽ ആസ് നോൺ ഇലക്ട്രിക്കൽ സിസ്റ്റം. മെക്കാനിക്കൽ ആയിട്ടുള്ള പാർട്ട്, ഓക്കെ, അല്ലെങ്കിൽ നോൺ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എല്ലാ പാർട്ടും യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ സിസ്റ്റം, നോ പ്രോബ്ലം. ഓക്കെ, നൗ ഒരു സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എന്തായിരിക്കും? സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം. ഓക്കെ, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം is a best example for what do you mean by a system. Clear? ഇനി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ ഈ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം? ഒന്നുമില്ല, നമ്മുടെ മൈക്ക് വെച്ച് സംസാരിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു മൈക്ക് ഉണ്ടാവും, ഒരു ആംപ്ലിഫയർ വഴി ലൗഡ് സ്പീക്കറിലേക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സി ദിസ് ഇസ്, കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന ഒരു മൈക്ക് വെച്ചിട്ടാണ് അല്ലേ? സോ മൈക്ക് ഇറ്റ് ഈസ് ആക്ച്വലി എ സെൻസർ, ഒരു സെൻസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, വിച്ച് അബ്സോർബ് മൈ സൗണ്ട് സിഗ്നൽ അല്ലെ? the sound signal it is converted to sound signal, it is absorbed by this part. Okay, it is converted to an electrical signal here. This is an amplifier part. Okay, so sound ine corresponding ആയിട്ടുള്ള feeble ആയിട്ടുള്ള ഒരു electrical signal ആയിട്ട് convert ചെയ്തു. That electrical signal it is amplified here by using a amplifier. Okay, this amplifier it is giving its output to the loudspeaker. കണ്ടോ, സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ടാവും, ആ സ്പീക്കേഴ്സിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കും. സോ നോക്കുക, ഇവിടുത്തെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിവൈസസോ സർക്യൂട്ട്സിന്റെ മാത്രം കോമ്പിനേഷൻ അല്ല. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മെക്കാനിക്കൽ പാർട്ടുണ്ട്, അതിനകത്ത് സെൻസർ പാർട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ടിന്റെ കളക്ഷനാണ്. ഓക്കെ, സോ സിസ്റ്റം ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിവൈസസ് ആസ് വെൽ ആസ് സർക്യൂട്ട്സ് വിച്ച് ക്യാൻ ബി ഇലക്ട്രിക്കൽ ഓർ നോൺ ഇലക്ട്രിക്കൽ. ഓക്കെ, നൗ next one, what do you mean by a model? എന്താണ് ഒരു മോഡൽ? മോഡൽ മീൻസ് വാട്ട്? ഒരു നമ്മൾ നേരത്തെ പഠിച്ച ഡിവൈസ് എന്തൊക്കെയായിരുന്നു? ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, ഇൻഡക്ടർ, അങ്ങനെ ഒരുപാട് ഡിവൈസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിനെല്ലാം if you want to analyze this, okay, if you want to analyze this device, you should have an equivalent circuit. Okay, so circuit model or model means what? It is an equivalent circuit of a device. Here, it is an equivalent circuit of a physical device. That is actually what do you mean by a model? So model means what? It is an equivalent circuit of a physical device. Clear? For example, നോക്കാം. ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ട്രാൻസിസ്റ്റർ വിൽ ബി, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിൽ ബി സീയിങ് വാട്ട് ഇസ് എ സ്ട്രക്ചർ, ഹൗ ഡു യു മേക്ക് എ ട്രാൻസിസ്റ്റർ, what are the working principles behind the transistor, all these things we will be discussing. Okay, now this is a symbol, sorry, this is the structure of a transistor, then the symbolic representation engane variya, emitter, base, collector. Okay, now ee transistor njan oru circuit like use cheyana. Circuit like use cheyumbo, if I want to know how this transistor behave, എങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്റർ ബിഹേവ് ചെയ്യാൻ പോകുന്നത്, you have to replace this, അല്ലെ? You have to replace this by a model. Okay, you have to replace it by a model. Okay, if you have to replace this by a model. Okay, so
നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് റെപ്രസെന്റ് ചെയ്യും. ഈ ഇക്വലന്റ് സർക്യൂട്ട് ഒന്നും ഇപ്പൊ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പഠിക്കും കേട്ടോ. എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ പറയുന്ന ട്രാൻസിസ്റ്ററിനെ ഒരു ഇക്വലന്റ് നെറ്റ്വർക്ക് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഒരു ഡിവൈസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇക്വലന്റ് സർക്യൂട്ട് റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇക്വലന്റ് റെപ്രസെന്റേഷൻ ഈസ് നോൺ ആസ് എ മോഡൽ. Okay, see, transistor you can represent it as this model. The H parameter model or transistor. Okay, this is known as R-pi model. Okay, ഇത് രണ്ടും നമ്മൾ പഠിക്കും. We will be discussing that. Now see, next basic ആയിട്ടുള്ള ചില terms. You have already studied these terms throughout your plus 2 and first year. Just ഒന്ന് brush up ചെയ്യാം. എന്താ force? Force it is mass into acceleration and unit Newton. Okay, next energy. Energy means it is the capability of doing work. Its unit is joules. Next, power. Rate of doing work. Rate of doing work, that is joules per second or watts. Now next, charge. Charge നമ്മൾ എങ്ങനെ denote ചെയ്യുക? In terms of coulombs. Okay, so 1 electron it is equal to 1.6 into 10 raised to minus 19 coulomb. അല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ബേസിക് ടേംസ്, പ്ലസ് 2 ഫിസിക്സ് ആണ്. ദെൻ കറണ്ട്. കറണ്ട് എന്താ? ഇറ്റ് ഈസ് എന്തായിരിക്കും? ഇഫ് Q represents the charge, dq by dt, that represents the current. Okay, so current it is equal to, it is unit എന്ന് പറയുന്നത് it is amperes or coulombs per second. Okay, now see, ഇനി പറയാൻ പോകുന്ന കൺസെപ്റ്റ് ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ. Okay, fundamental point which is to be noted very carefully. So based on this concept only, electrons and holes or positive charge or negative charge, it is moving under the electric field. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടാണ്. സോ ട്രാൻസിസ്റ്റർ ബേസ് ചെയ്ത് പഠിക്കണമെങ്കിൽ we should have a general concept regarding semi conducting physics. So semi conducting physicsന്റെ ഒരു ജനറൽ ആയിട്ടൊരു ഐഡിയ വേണം. ഓക്കെ, സോ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. Q1 എന്നുള്ളത് ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഇതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. Q2 എന്നുള്ളത് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. ഇറ്റ് ഇസ് ഹാവിംഗ് എ നെഗറ്റീവ് ചാർജ്. നൗ സീ, we are having an electric field in this direction. Okay, electric field in the direction idana. Okay, now my question is that under this electric field, your electric field in the direction vechittu allengil ee electric field in the direction idanengil, in what direction does this positive charge and in what direction does this negative charge move? ഏത് ഡയറക്ഷനിലായിരിക്കും ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മൂവ് ചെയ്യുക? എങ്ങനെയായിരിക്കും? നവീൻ എന്ന് പറഞ്ഞേ. ഫിസിക്സിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. പോസിറ്റീവ് ചാർജ് ഹൗ ഇറ്റ് വിൽ ബി മൂവിങ് അണ്ടർ ദ ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ് ചാർജ് ഹൗ ഇറ്റ് വിൽ ബി മൂവിങ് അണ്ടർ ദിസ് ഇലക്ട്രിക് ഫീൽഡ്. നവീൻ വർഗീസ്. പറയൂ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ് അല്ലെ? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യും. പോസിറ്റീവ് ചാർജോ? ഇൻ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതന്നെ. സേ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ത്രൂ ഔട്ട് അവർ ക്ലാസ് we will be discussing how the holes and electrons are moving. Okay, so ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, positive charge will be always moving in the direction of electric field. Clear? Negative charge will be moving opposite to the direction of electric field. Okay, very very important concept. ഇത് ബേസ് ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ സെമി കണ്ടക്ടിങ് ഡിവൈസസും വർക്ക് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് വിൽ ബി ഓൾവേസ് moving in the direction of electric field. Negative charge will be moving opposite to the direction of electric field. Clear? Positive charge will be moving in the direction of electric field. Negative charge will be moving in the direction opposite to the electric field. Clear ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഈ കൺസെപ്റ്റ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ഇട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ.
ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ പൊതുവേ നമ്മൾ സെമി കണ്ടക്ടിങ് ഫിസിക്സ് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും പറയും കറണ്ട്, ഈ പറയുന്ന കറണ്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ശരിയല്ലേ? ഓക്കെ ഓക്കെ. നൗ സി സെമി കണ്ടക്ടിങ് ഡിവൈസസിൽ കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് holes as well as electrons. Clear ആണല്ലോ? Electric current in the semiconducting devices, it is due to the positive charge as well as negative charge. അപ്പോൾ ബേസിക് ആയിട്ട് എല്ലാവരും വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഇതുകൊണ്ടുണ്ടാവുന്ന കറണ്ട് എന്താണ്? എല്ലാവരും എഴുതി വയ്ക്കും I is equal to dq by dt, dq2 by dt. കറണ്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പോൾ ഈ കമ്പോണന്റ് മാത്രമേ എഴുതി വയ്ക്കുള്ളൂ. I is equal to dq2 by dt. Current is due to the flow of electrons. Clear? But current in semiconducting devices, it is due to the flow of electrons as well as holes. ഇതും എല്ലാവരും കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. സോ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയിരിക്കണം. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സെമി കണ്ടക്ടിങ് ഡിവൈസസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് കറണ്ട് ഇൻ ദ or current in the semiconducting device, it is due to the positive charge as well as due to the negative charge. So ഈ രണ്ട് കമ്പോണന്റിന്റെയും അഡീഷൻ എടുക്കണം. ക്ലിയർ ആണല്ലോ? ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജ്. ക്ലിയർ? സോ I is equal to dq by dt and its unit is given as amperes. അപ്പോൾ കറണ്ട് it is equal to coulombs per second. And if it is having a positive charge, it will be moving in the direction of electric field. If you are having a negative charge, it will be in the moving opposite to the direction of electric field. ഇനി കറണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ you have to take positive charge, അതായത് holes, or negative charge or electrons. ക്ലിയർ ആണല്ലോ? ഇലക്ട്രോൺസ് മാത്രം എടുത്ത് എഴുതി വെക്കരുത്. ഇലക്ട്രോൺസും ഹോൾസും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് കറണ്ട്. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ ഒരു കൺസെപ്റ്റും കൂടെ പറഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് സിലബസിലും കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കാം കേട്ടോ. സോ സി ജസ്റ്റ് ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഡയോഡ് ആണെങ്കിലും ഏത് ഡിവൈസ് ആണെങ്കിലും പി ടൈപ്പ് മെറ്റീരിയൽ, എൻ ടൈപ്പ് മെറ്റീരിയൽ, ഈ രണ്ട് topic of semiconductors, this is very very important. Okay, so a p-n junction is the thing which is contributing towards what do you mean by a diode. Okay, so p type material, n type material. ഈ p type മെറ്റീരിയലും n type മെറ്റീരിയലും കൂടി സെമി കണ്ടക്ടിങ് ലെയേഴ്സ് മെറ്റലർജിക്കൽ ആയിട്ടുള്ള കോണ്ടാക്ട് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡയോഡ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ഇത് ഓൾമോസ്റ്റ് നിങ്ങൾ ഡയോഡ് എന്താണെന്നുള്ളത് ബേസിക് ഇലക്ട്രോണിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദീസ് കൺസെപ്റ്റ്സ് ഇതുവരെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും എല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ടോപ്പിക്ക് പറഞ്ഞതിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ഡയറക്ട്ലി. ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, നൗ അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തു. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മൾ വി ക്യാൻ സീ ദ സിലബസ്. നമ്മുടെ സിലബസിലേക്ക് നമുക്ക് നോക്കാം എന്താണ് സിലബസ് എന്നുള്ളത്. ഓക്കെ, സി നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സിലബസ് ഇതാണ്. സീനിയേഴ്സിൻ്റെ നമ്മുടെ സിലബസ് അല്ല, പ്രത്യേകം നോട്ട് ചെയ്യുക. സീനിയേഴ്സിൻ്റെ സിലബസ് ആണിത്. ഓക്കെ, സീനിയേഴ്സ് അതായത് 2015 റെഗുലേഷനിൽ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര് EE 203 എന്നായിരുന്നു, അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്നായിരുന്നു. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സിലബസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴോ ഒന്നും ഇത് പോയി എടുക്കരുത്. EE 203 അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പോയി എടുക്കരുത്. ഓക്കെ, ഇത് 2016 ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, 2015 റെഗുലേഷൻ. ഓക്കെ, ഇനി
ആ പഴയ സിലബസിനകത്ത് സി ഇറ്റ് വാസ് സ്റ്റാർട്ടിങ് വിത്ത് ഡയോഡ് സർക്യൂട്ട്സ്, ഡയോഡിൻ്റെ ക്ലിപ്പിംഗ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്. ഓക്കെ, ദെൻ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിക് കാര്യങ്ങൾ, ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ്, ദെൻ അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് മോഡൽ റെപ്രസെൻറ്റേഷൻ. ക്ലിയർ? നൗ സെക്കൻഡ് മൊഡ്യൂൾ FET, ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ്, മോസ്ഫെറ്റ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം. ദെൻ അതിൻ്റെ ഫ്രീക്വൻസി പാർട്ട്, ഇതായിരുന്നു സെക്കൻഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂളിൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്, പവർ ആംപ്ലിഫയേഴ്സ്, ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു തേർഡ് മൊഡ്യൂളിൽ. ഇനി ഫോർത്ത് മൊഡ്യൂളിലോ ഓസിലേറ്റേഴ്സ്. എന്തൊക്കെയാണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്? RC ഓസിലേറ്റർ, LC ഓസിലേറ്റേഴ്സ്, ഇതുപോലെയുള്ള ഓസിലേറ്റേഴ്സും ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഫോർത്ത് മൊഡ്യൂളിൽ തന്നെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്നുള്ള ടോപ്പിക്. ദെൻ ദേ ഹാഡ് ഓപ്പാംസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അവർക്ക്, അതായത് സീനിയേഴ്സിന് പഠിക്കാൻ 6 മൊഡ്യൂളുണ്ടായിരുന്നു. 6 മൊഡ്യൂൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒരു വാസ്റ്റ് സിലബസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഓക്കെ, അപ്പോൾ അത് പറയാൻ കാരണം നിങ്ങളുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, KTU അത് സിലബസ് കാണിക്കട്ടെ ഒരു മിനിറ്റ്. നിങ്ങൾക്ക് 5 മൊഡ്യൂളേ ഉള്ളൂ, കണ്ടോ? ആകെ 5 മൊഡ്യൂളേ ഉള്ളൂ. ഈ 5 മൊഡ്യൂളിൽ തന്നെ യു ആർ ഹാവിങ് ഓൺലി 5 മൊഡ്യൂൾസ്. ഫസ്റ്റ് ടോപ്പിക്, അതായത് ഡയോഡ് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്, ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്, ആ പാട്ടെല്ലാം അവർ എടുത്തു മാറ്റി. നൗ ഡയറക്ട്ലി ദ സിലബസ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡിൻ്റെ കാര്യങ്ങൾ, ഡയോഡിൻ്റെ ക്ലിപ്പിംഗ് ക്ലാമ്പിംഗ് അതുപോലെയുള്ള പാട്ടെല്ലാം എടുത്തു മാറ്റി ഡയറക്ട്ലി ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് BJTൻ്റെ ബയാസിങ്, BJTയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതിൻ്റെ മോഡൽസും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ പ്രീവിയസ് സിലബസ് വെച്ച് നോക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന അനാലിസിസ് പാർട്ടും കാര്യങ്ങളും എല്ലാം അവർ എടുത്തു മാറ്റി. കണ്ടോ? ദേ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ഷോർട്ട്. അതായത് FETയുടെ ഡിസൈൻ കാര്യങ്ങൾ മാത്രം, ഫ്രീക്വൻസി റെസ്പോൺസ്. ഇനി തേർഡ് മൊഡ്യൂൾ നോക്കിയേ. തേർഡ് മൊഡ്യൂളിനകത്ത് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്നുള്ള ടോപ്പിക് അതുപോലെ തന്നെ എടുത്തു മാറ്റി. you have to study only multi-stage amplifiers and power amplifiers. Okay, then fourth module പ്രീവിയസ് ആയിട്ട് വന്നപ്പോൾ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ആ ടോപ്പിക് എല്ലാം ഒരു എടുത്തു മാറ്റി ജസ്റ്റ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ്, ആ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് കഴിയും. ഓക്കെ ആണല്ലോ? അപ്പോൾ വെൻ യു ആർ സ്റ്റഡിയിങ് ദിസ് അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, എന്താ കാര്യം ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് ഈ സെമിസ്റ്ററിൽ ഏതാ ലാബ് ഉള്ളത്? നോക്കിയായിരുന്നോ? സഞ്ജന, ഈ സെമിസ്റ്ററിലെ ലാബ് ഏതാണെന്നറിയോ? 2 ലാബില്ലേ? ആ, ഏതാ ലാബ് ഉള്ളത്? ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ ഉണ്ടെന്ന് തോന്നുന്നു. ആ, ഓക്കെ, നോക്കാട്ടോ. നിങ്ങൾക്കുള്ള ലാബ് നോക്കുക, ഈ സിലബസ് തന്നെ നോക്കുക. ഈ സിലബസിന്റെ ലാസ്റ്റ് ഇറ്റ് ഈസ് ഗിവൺ. സർക്യൂട്ട്സ് ആൻഡ് മെഷർമെന്റ്സ് ലാബും ഉണ്ട്. യു ആർ ഹാവിങ് അനലോഗ് ഇലക്ട്രോണിക്സ് ലാബ്. ഓക്കെ, അനലോഗ് ഇലക്ട്രോണിക്സ് ലാബ്. അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, അനലോഗ് ഇലക്ട്രോണിക്സിൽ തിയറി ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം നമ്മൾ തിയറിയിൽ പഠിച്ചതിന് ശേഷം യു ആർ ഡൂയിങ് ദിസ് ഇൻ പ്രാക്ടിക്കൽ. കണ്ടോ? ആ സർക്യൂട്ടുകളെല്ലാം യു ആർ ഗോയിങ് ടു ഡു ആസ് യുവർ എക്സ്പെരിമെന്റ്സ്. ഓക്കെ, അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സ് എന്നുള്ള സബ്ജക്റ്റ് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലം എന്തായിരിക്കും? യു വിൽ ബി ലൂസിങ് യുവർ 2 സബ്ജക്ട്സ്. ലാബും പോവും, സബ്ജക്റ്റും പോവും. അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സിന്റെ സിലബസ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ കാണിക്കാം. നോക്കുക, BJT. ഈ BJTയുടെ ബയാസിങ് സർക്യൂട്ട്, RC കപ്പിൾഡ് ആംപ്ലിഫയർ, ഇവിടെ നമ്മൾ പഠിക്കുന്ന കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇതിൽ വരുന്ന ഈ RC കപ്പിൾഡ് ആംപ്ലിഫയർ ടോപ്പിക് ആണ് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ്. സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് FET, ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ സർക്യൂട്ട്. ദെൻ
RC phase shift oscillator മൂന്നാമത്തെ സർക്യൂട്ട്, ഒപ്പാമ്പ് ബേസ് ചെയ്തിട്ടുള്ള ആഡർ സബ്ട്രാക്ടർ എല്ലാം നിങ്ങളുടെ അടുത്ത സർക്യൂട്ട് എക്സ്പെരിമെന്റ്. ഡിഫറൻഷിയേറ്റർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഇതെല്ലാം അടുത്ത എക്സ്പെരിമെന്റ് ആയിട്ട് വരും. 555 IC ടൈമർ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്, അതായത് അസ്റ്റബിള്, മോണോസ്റ്റേബിള്, മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഷ്മിറ്റ് ട്രിഗർ സർക്യൂട്ട് ഇതെല്ലാം വരും. സോ സി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് when you are studying the analog electronic circuits, you study the analysis, working, അതിന്റെ ഡിസൈൻ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് യു ക്യാൻ സി യു വിൽ ബി ഏബിൾ ടു ഡു all these experiment your own. Okay, analog electronics ലാബില് വരുന്ന എക്സ്പെരിമെന്റ് ആണ് കണ്ടോ. RC coupled amplifier, FET amplifier, operational circuits like adder, integrator, differentiator. Okay, scale changer, adder, differentiator circuits, waveform generators, oscillators. അപ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൽ പഠിക്കുന്ന തിയറി പാർട്ട് ഡയറക്ട്ലി യു ആർ അപ്ലൈയിങ് ഇൻ ദ ലാബ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പഠിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി മനസ്സിരുത്തി വേണം പഠിക്കാൻ. ഒരു സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ബി അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് യു ഷുഡ് ബി ഏബിൾ ടു ഡ്രോ ദ സർക്യൂട്ട്, യു ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ സർക്യൂട്ട്, യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് ആൻഡ് ഡിസൈൻ അതിന്റെ വേവ് ഫോം. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ കേസും നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. ഓക്കെ, അനലോഗ് ഇലക്ട്രോണിക്സ് ലാബ് എടുക്കുന്നത് ഞാനും അലൻ സാറും കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് ലാബിലും ഡിസ്കസ് ചെയ്യുക. സോ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ട കാര്യം ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുക. ഓൺലൈൻ ആണ്, ഒരുപാട് പേർക്ക് ഇന്റർനെറ്റ് പ്രോബ്ലംസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് പെട്ടെന്ന് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോകാൻ നോക്കുക. ഓക്കെ, ക്ലാസ് മിസ്സാവാതിരിക്കാൻ നോക്കുക. ക്ലാസ് നമ്മുടെ തിയറി പോർഷൻ മിസ്സായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലാബിൽ പറയുന്ന കാര്യങ്ങൾ ശകലം ബുദ്ധിമുട്ടായിരിക്കും ഗ്രാസ്പ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ? ജസ്റ്റ് ഞാനിപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിന്റെ ഒന്നുകൂടെ ഞാൻ പറയാം. സബ്ജക്റ്റിന്റെ ഇത് നിങ്ങൾ KTU സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 2019 സിലബസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് S3 സിലബസ്. അതിന്റെ ടോപ്പിൽ അനലോഗ് ഇലക്ട്രോണിക്സ് കോഴ്സ് ഒബ്ജക്റ്റീവ്സ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ, പ്രോബ്ലമാറ്റിക് ഉണ്ട്. ഓൾമോസ്റ്റ് കുറെ ടോപ്പിക്സ് ഒക്കെ തിയറിയാണ്, ബട്ട് യു വിൽ ബി ഗെറ്റിംഗ് പ്രോബ്ലം കണ്ടോ, യു വിൽ ബി ഗെറ്റിംഗ് പ്രോബ്ലം. ഓക്കെ, ദെൻ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് തിയറിയാണ്, ഓൾമോസ്റ്റ് തിയറി പാർട്ടാണ്. ഇനി ഇതാണ് സിലബസ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡീലിംഗ് വിത്ത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. ക്ലിയർ? സെക്കൻഡ് മൊഡ്യൂൾ വിത്ത് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് മോസ്ഫെറ്റ്. ക്ലിയർ? തേർഡ് മൊഡ്യൂൾ ആംപ്ലിഫയർ ആണ്, മൾട്ടി സ്റ്റേജും പവർ ആംപ്ലിഫയറും. ഓക്കെ, നാലാമത്തെ മൊഡ്യൂള് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ഓർ ഒപ്പാംസ്. ക്ലിയർ? ഫിഫ്ത്ത് മൊഡ്യൂൾ ഈ ഒപ്പാംസിന്റെ തന്നെ ആപ്ലിക്കേഷൻ. ക്ലിയർ? ഇനി വാട്ട് ഓൾ ടെക്സ്റ്റ് ബുക്സ് യു ഹാവ് ടു ഫോളോ, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യണം. ഓക്കെ, സോ സി ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5th ബാച്ചാണ് നിങ്ങൾ, ഞാൻ ക്ലാസ് എടുക്കുന്ന 5th ബാച്ചാണ്. അപ്പോൾ എൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം ഐ ആം റെഫറിങ് മെയിൻലി ഫ്ലോയിഡ്, ഫണ്ടമെന്റൽസ് ഓഫ് അനലോഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഫോളോ ചെയ്യുന്നുണ്ട്, മിൽമാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് ബൈ ബെൽ. ഇനി മാൽവിനോ ആൻഡ് ബെയ്റ്റ്സ്. ഈ ഇത്രയും ടോപ്പ് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഐ വിൽ ബി അപ്ലോഡിങ് ദ നോട്ട്സ്, PPT, എവറിത്തിങ് ഇൻ ദ ഗൂഗിൾ ക്ലാസ് റൂം. ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂമിൽ നോട്ട്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. ക്ലിയർ? ഇനി ഓപ്പറേഷണൽ ആംപ്ലിഫയർ പഠിക്കാൻ യു ക്യാൻ യൂസ് ദിസ് ടെക്സ്റ്റ്, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ബൈ ചൗധരി. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ ടേക്ക് ഓർ യു ക്യാൻ ഫോളോ ദീസ് 2 ടെക്സ്റ്റ് ബുക്ക്.
മാൽവിനോ ആൻഡ് ബെയ്റ്റ്സും ബെല്ലും. ഓക്കെ, പിന്നെ ഫ്ലോയിഡ് ഫോളോ ചെയ്യാം. ഈ 3 ടെക്സ്റ്റ് ബുക്കിൽ ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴും ഐ വിൽ ബി ടെല്ലിങ് യു വാട്ട് ഓൾ വിച്ച് ടെക്സ്റ്റ് ബുക്ക് ഐ ഹാവ് ഫോളോഡ് ഫോർ ദിസ് ടോപ്പിക് ആൻഡ് ഹൗ ടു സ്റ്റഡി എവറിത്തിങ്. പിന്നെ എൻ്റെ PPT നോട്ട്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ നോട്ട്സും PPT എല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡഡ് ആയിരിക്കും. അന്നത്തെ ടോപ്പിക്ക് അന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ആ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ അന്ന് തന്നെ ആ ടോപ്പിക്ക് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഓക്കെ അല്ലേ? Okay, so shall we stop? Okay, Darshana, okay അല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ദർശന. ഓക്കെ സർ. ഓക്കെ സർ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, സോ നീ ചാറ്റ് ബോക്സിൽ all of you listen. See, chat box I am putting a feedback link. ആ ഫീഡ്ബാക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ആ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ജസ്റ്റ് ഫീഡ്ബാക്ക് ഫോം, you please fill the feedback form. Okay, so I hope everybody got a general idea regarding our subject. So from next class onwards we'll be going directly to the subject. Okay, so BJT യുടെ ഒരു ടോപ്പിക് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ സിലബസിന്റെ ഫസ്റ്റ് കുറച്ച് പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് ടോപ്പിക്കുകൾ എടുക്കാനുണ്ട്. അതിനുശേഷം we'll be directly going to the subject. Okay, so all of you please fill the form. I think I got the attendance. നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും റോൾ നമ്പറും വെച്ചിട്ട് ഒരു അറ്റൻഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചാറ്റ് ബോക്സിൽ ജസ്റ്റ് പുട്ട് യുവർ നെയിം അലോങ് വിത്ത് യുവർ റോൾ നമ്പർ. Okay, so after filling the form you can quit. Okay, so see you in the next class.